can Brazil do the hexa? Group C. Group C consisting of Brazil, Morocco, Haiti, and Scotland. So for when we are looking at Scotland 1998 ശേഷം ആദ്യമായിട്ട് ക്വാളിഫൈ ചെയ്യുന്ന ഒരു വേൾഡ് കപ്പാണ്. After 26 years. Yes, and also they have a lot of players who is currently is in fantastic form. In I think Scott McTominay, പുള്ളിക്കാരൻ form of his life. Yeah. Last time Syria player of the year ആയിരുന്നു. Ballon d'Or nomination. Yeah, and also a lot of players are playing in Europe, and manager also Steve Clark, ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മാനേജറാണ്. So Scotland has like experienced players like Robertson, and then like he said, McTominay is in form of his life. But the player that we think is gonna like to watch out, we feel is Luis Ferguson. He's currently playing in Italy, and Yes, he's doing someone, well, yeah. he's someone we feel is needs to be like watched because we feel there's more to come from him. പുള്ളി ആ ബോക്സ് ടു ബോക്സ് റോളിൽ കളിക്കുന്നതുകൊണ്ടാണ് മക്ടോമിനയ്ക്ക് കുറച്ചുകൂടെ നാഷണൽ Freedom. ടീമിൽ ഒരു ഫ്രീഡം വരുന്നത്. കാരണം മോസ്റ്റ് ലൈക്ക് എ സെക്കൻഡ് സ്ട്രൈക്കർ, ബട്ട് ലൈനപ്പ് വരുമ്പോൾ മക്ടോമിനി ഈസ് സ്റ്റാർട്ട് ലൈക്ക് എ മിഡ്ഫീൽഡർ, ബട്ട് when he goes inside the box often and scores some goals. Especially Syria last season ഒരുപാട് ഗോൾ സ്കോർ ചെയ്തു. നെക്സ്റ്റ് ടീം ഒബ്വിയസ്ലി ലാസ്റ്റ് വേൾഡ് കപ്പ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വേൾഡ് കപ്പിലെ Semi-finalist. ടോപ്പ് 4 ലൈക്ക് 14 ഔട്ട് ഓഫ് 32 ടീംസ് 14 ദാറ്റ് ഈസ് മൊറോക്കോ സംബന്ധിച്ചിടത്തോളം ഐ തിങ്ക് ദിസ് ഇസ് ഓൾസോ ദെയർ ടൈപ്പ് ഓഫ് ഗോൾഡൻ പൈപ്പ് ലൈൻ ഓർ ഗോൾഡൻ ജനറേഷൻ ഓഫ് സ്റ്റാർസ്. AFCON finalist. ഓൾസോ ദേ ഹാവ് ലോട്ട് ഓഫ് പ്ലേയേഴ്സ് ലൈക്ക് ഹക്കീമി, ബ്രാഹിം ഡിയാസ്, ഇവരെല്ലാം വേൾഡിൽ തന്നെ ടോപ്പ് ക്ലബിൽ കളിക്കുന്ന And we can call Hakimi like one of the world class right backs in the world. ആ കാറ്റഗറി വിടുന്ന ഒരു പ്ലേയേഴ്സ് വരുന്നത്. അതും ഒരു ആഫ്രിക്കൻ കൺട്രി ആയ ഒരു മൊറോക്കോ പോലെ. ഫോർ മീ ഐ തിങ്ക് ആഫ്രിക്കയിലെ ദ ബെസ്റ്റ് ടീം മേ ബി ഇപ്പോൾ മൊറോക്കോ ആയിരിക്കും. പക്ഷെ മൊറോക്കയിലെ ഏറ്റവും വലിയ എനിക്കൊരു നെഗറ്റീവ് അല്ലെങ്കിൽ എനിക്ക് മൊറോക്കോയ്ക്ക് ഒരു സെറ്റ് ബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് അവരെ ലീഡ് ചെയ്യുന്ന ഒരു മാനേജർ ഉണ്ടായിരുന്നു, റഹാഗി എന്ന് പറഞ്ഞ മാനേജർ. കാരണം ഇപ്പോൾ ജസ്റ്റ് 2 months ago അദ്ദേഹം റിസൈൻ ചെയ്തു. ഐ ഡോണ്ട് നോ ദ റീസൺ, മേ ബി ആഫ്കോണിലെ പെർഫോമൻസ് ആവാം, അറിയില്ല. ആൻഡ് നൗ ദേ അപ്പോയിൻറ്റഡ് ദെയർ അണ്ടർ 20 മാനേജർ. ഒരു കോ ടീമിനെ അത്രയും കാലമായിട്ട് കൊണ്ടുവന്നിരുന്ന മാനേജർ എന്ന രീതിയിൽ ബോറഗാഗിയുടെ ഒരു റിസൈനേഷൻ അവരെത്രത്തോളം ബാധിക്കുന്നത് കണ്ടറിയാം. ആൻഡ് ദ ന്യൂ മാനേജർ ഇപ്പോൾ കറൻ്റ്ലി അണ്ടർ 20 വേൾഡ് ചാമ്പ്യൻസ് ആണ് മൊറോക്കോ. അപ്പോൾ ആ ടീമിനെ വിജയിപ്പിച്ച ആളെ തന്നെയാണ് മൊറോക്കോ ഇത്തവണയും കൊണ്ടുവരുന്നത്. അപ്പോൾ മൊറോക്കോ നാഷണൽ ടീമിൽ ഐ തിങ്ക് ദർ ആർ 2 players are gonna watch out for. Apart from Hakimi and Brahim Diaz, I think Bilal Elkanous സ്റ്റുട്ട്ഗാർട്ടിൽ കളിക്കുന്നു, ഓൺ ലോൺ ഫ്രം ലെസ്റ്റർ. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്ലെയറാണ്. പിന്നെ ഒരു പ്ലെയർ എന്ന് പറയുമ്പോൾ ബെൻസെഗീറാണ്. ഈ 2 പ്ലെയേഴ്സാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഐ തിങ്ക് ദേ ഗോണ മേക്ക് എൻ ഇമ്പാക്ട്. അപ്പോൾ നെക്സ്റ്റ് ടീം എന്ന് പറയുമ്പോൾ ഹൈറ്റി നാഷണൽ ടീമാണ്. ഹൈറ്റി നാഷണൽ ടീം എന്ന് പറയുമ്പോൾ ദർ ഇസ് എ കേരള കണക്ഷൻ ഇൻ ദാറ്റ് ഹൈറ്റി നാഷണൽ ടീം. ആ കേരള കണക്ഷൻ എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ. ഹൈറ്റി ഈ ലോകകപ്പിലോട്ട് ക്വാളിഫൈ ആവുന്നത് 1974 ശേഷമാണ്. അതിനൊരു റീസണുള്ളൂ, അത് ഡങ്കൻ സ്നേഹിസറാണ്. അതെ, നമ്മുടെ സ്വന്തം ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ പ്ലെയർ ഡങ്കൻ സ്നേഹിസൺ. പുള്ളിക്കാരൻ അടിച്ച ഗോളുകളും പുള്ളിക്കാരൻ്റെ പെർഫോമൻസും ഹൈറ്റിയുടെ ക്വാളിഫിക്കേഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു മലയാളി ടീം എന്ന് വേണമെങ്കിൽ പറയാം ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൂടാതെ ഹൈറ്റിയിലെ പ്ലെയേഴ്സ് എല്ലാം അധികം വെൽ നോൺ പ്ലെയേഴ്സ് അല്ല, ലീഗിൽ കളിക്കുന്ന പ്ലെയേഴ്സ്. അപ്പോൾ അത്ര ഐ ഡോണ്ട് നോ വെദർ ദേ ടു മച്ച് ക്വാളിറ്റി ഇൻ ദാറ്റ് സ്കോഡ് അറൗണ്ട്. ബട്ട് ഇപ്പോൾ ജസ്റ്റ് അറൗണ്ട് ദ വേൾഡ് കപ്പ് മാർച്ച് ടൈമിൽ ഹൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പ്രീമിയർ ലീഗ് പ്ലെയർ, അദ്ദേഹം ഫ്രഞ്ച് ബോണാണ്, ബട്ട് ഹി ചൂസ് ടു റെപ്രസെൻറ്റ് ഹൈറ്റി. അത് സെൻട്രലിൻ്റെ ഇസിഡോർ എന്ന് പറഞ്ഞ പ്ലെയറാണ്. സോ ഇസിഡോർ മാത്രമാണ് ഇപ്പോൾ ഒരു ടോപ്പ് 5 ലീഗ് കളിക്കുന്ന ഒരു പ്ലെയർ എന്ന് പറയാൻ ഹൈറ്റി നാഷണൽ ടീമിലുള്ളത്. അപ്പോൾ ഹൈറ്റിയുടെ മുന്നോട്ടുള്ള പ്രോഗ്രഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ ദേ ഗോണ പ്ലേ, ബിക്കോസ് നമ്മളധികം ഹൈറ്റിയുടെ കളി നമ്മളാരും അങ്ങനെ കണ്ടിട്ടില്ല. And in the group they are in also, it's going to be hard, but let's see what happens. Next team is obviously the team is going for their 6th title. This team ബ്രസീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണക്കുണ്ട്. ബ്രസീൽ ഫാൻസിന് വേണമെന്നുണ്ടെങ്കിൽ അതൊരു സൂപ്പർസ്റ്റിഷൻ പോലെ എടുക്കാം. അവർ 1970 വേൾഡ് കപ്പ് എടുത്തതിന് ശേഷം 24 വർഷങ്ങൾക്ക് ഇപ്പുറം 1994 അവർ വേൾഡ് കപ്പ് എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വേൾഡ് കപ്പ് അവരെടുത്ത് 2002. അഗെയിൻ 24 years later there is a World Cup come. സോ അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർസ്റ്റിഷൻ പോലെ ബ്രസീൽ ടീമിന് കരുതാം. In terms of the squad, I don't think it's the best Brazilian squad we could see this year. ഇത്തവണ വരുമ്പോൾ ഐ തിങ്ക് ഓക്കെ അഞ്ചലോട്ടി എന്നൊരു ഫാക്ടർ ഉണ്ട്, ഒരു എക്സ്പീരിയൻസ് മാനേജർ, അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മാനേജർ. That is one of the biggest factor they have, like അത്രയും എക്സ്പീരിയൻസ് ഉള്ള ടൂർണമെന്റ്സിൽ like he has won a lot of titles, so that is going to bring in a big factor. But when you look at the squad, I don't think it's still the strongest Brazilian squad that we could see. Even we are still waiting if Neymar is gonna come. I would like to see him. Yeah, as a fan, we would like to see him, but
like we never know if it's good for the team or if he can make it to the team. So Ancelotti was very clear. Yeah. If he's able to find, like if he's able to play, then he's gonna be. Even if you look at the fullbacks also, I don't think we have the best fullbacks. Like Brazil team always had Yes, the yes. best fullbacks. ഡാനിയൽ വെൽസ് ആൻഡ് മാർസലോ അവിടെ നിന്ന് വെച്ച് നോക്കുമ്പോൾ കറന്റ് ഐ തിങ്ക് ദേ ആർ സ്റ്റിൽ സ്റ്റിക്ക് ഓൺ വിത്ത് ഡാനിയലോ. Danilo. ഐ തിങ്ക് അലക്സാണ്ട്രോനെ കോൾ അപ്പ് ചെയ്തിരുന്നു. ഐ തിങ്ക് He was injured, ഇൻജുർഡ് യെസ്. ബട്ട് ആ ഒരു ഏരിയ ഒരു കൺസേൺ. The player that we feel maybe is going to break out is one player is like Enrique, because we don't have a proper cycle still. Proper cycle ഇല്ലാത്തത് maybe Enrique ഇതൊരു chance ആവാം, maybe if he's Yeah, getting he's- the minutes and I if he think can perform. He's performing well for Lyon, I think. Yeah, he's doing for Lyon. But And also that guy who came as a substitute, Luis Enrique. Enrique. He's also exciting player. For me, I think Brazil will top the group. There is no doubt about that. But I'm waiting to see Brazil versus Morocco game. So Yeah. that will be a tough game. decided, yeah. Decided. And I think Scotland is gonna decide who is going to be top of the group and who is going to be qualified for the World Cup. For me, it's Brazil, Morocco, Yeah. Scotland, Scotland and and Haiti. Haiti.